എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ന് നടന്ന ഒന്നാം T20 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പഞ്ഞിക്കിട്ടുകൊണ്ട് ഇന്ത്യ കൂറ്റൻ വിജയം ആണ് നേടിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ നാണം കെട്ടു എന്ന് തന്നെ പറയാം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ തുടക്കം മുതൽ അടിപതറുകയായിരുന്നു. അങ്ങനെ അഫ്ഗാൻ 158 ഇന്നിംഗ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ശിവം ദുബെയുടെയും ജിതേഷ് ശർമ്മയുടെയും മികവിൽ വിജയമനായാസമാക്കി. ഇന്ന് കളി ജയിച്ച ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മത്സരം വിജയിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ജയിക്കാൻ ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും അത് തന്നെ നടന്നു. ഇന്ന് ബാറ്റിംഗിലും ബൗളിംഗിലും ഞങ്ങൾ മികച്ചു തന്നെ നിന്നു. ഞാൻ ഇന്ന് ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ന് എനിക്ക് അതിന് സാധിച്ചില്ല. പക്ഷേ കുറെ നാളുകൾക്ക് ശേഷം ഈ T20 മത്സരത്തിൽ എന്റെ ക്യാപ്റ്റൻസിയിൽ ഈ പരമ്പരയിലെ ആദ്യ മത്സരം തന്നെ വിജയിക്കാൻ ആയതിൽ ഞാൻ അതീവ സന്തുഷ്ടവനാണ്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവിന്റെ അഭാവമാണ് എനിക്ക് ഒരു വിഷമം ആയത്. കാരണം ഗില്ലിന് പകരം ഇന്ന് സഞ്ജു ടീമിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിലും മികച്ച പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇതിലും വളരെ നേരത്തെ തന്നെ ഈ ഒരു മത്സരം ജയിച്ചേനെ. സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെ സഞ്ജുവിന്റെ മാസ്മരിക പ്രകടനം നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നിട്ടും സഞ്ജുവിനെ ഇന്ന് സെലക്ഷനിൽ നിന്ന് ഒഴിവാക്കിയത് എന്തുകൊണ്ട് എന്ന് വ്യക്തമല്ല. അടുത്ത മത്സരങ്ങളിൽ സഞ്ജുവും ടീമിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും രോഹിത് കൂട്ടിച്ചേർത്തു. എന്തായാലും ഇന്ത്യ മാരക ഫോമിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരത്തിലും അഫ്ഗാനിസ്ഥാനെതിരെ ജയിച്ച് പരമ്പര നേടാൻ ആണ് ഇന്ത്യയുടെ പദ്ധതി. വരും മത്സരങ്ങളിലും പരമ്പരകളിലും എല്ലാം ഇന്ത്യ ഈ ഫോം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.